ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള ലോ എൻട്രൻസിനെ ചോദിക്കുന്ന കോറായിട്ടുള്ള ഏരിയാസ് ക്ലാസ്സുകളായിട്ട് ഹൈറി ടോക്സ് ലോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ആർ വെരി ഫ്രീ ടു ആസ്ക് മീ. എന്നെക്കൊണ്ട് അറിയുന്നതാണ് ഞാൻ ക്ലിയർ ചെയ്ത്, എന്നെക്കൊണ്ട് അറിയില്ലെങ്കിൽ അത് ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ടെലഗ്രാം ചാനൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകണമെന്ന് പറയുന്നത് ലീഗൽ ടേംസ് ആണ്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ABCD അറിയണം. അപ്പം മലയാളം പഠിക്കണമെങ്കിൽ അക്ഷരമാല അറിയണം. അതുപോലെ ലോ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ലീഗൽ ടേംസ് ആണ്. അതായത് ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൽ, ലീഗലായിട്ടുള്ള ബുക്സിൽ, ലീഗലായിട്ടുള്ള ആർട്ടിക്കിൾസിൽ യൂസ് ചെയ്യുന്ന ചില വാക്കുകളുണ്ട് ഇല്ലേ, ചില ടേംസ് ഉണ്ട്. അതായത് ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കുറച്ച് വ്യത്യാസമുണ്ട് ഇല്ലേ. നോർമൽ ഡോക്യുമെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നോർമൽ റൈറ്റിംഗ് സ്റ്റൈൽ പോലെയല്ല ലീഗൽ ഡോക്യുമെൻറ്റ്സ് എഴുതുക. ഭയങ്കര ഫോർമലായിട്ട് നല്ല സ്റ്റൈലായിട്ട് കൃത്യമായിട്ട് ഐഡിയ കൺവേ ചെയ്യണ പോലെയാണ് എഴുതുക. അപ്പോൾ ഇങ്ങനെ ലീഗലായിട്ടുള്ള ബുക്സിൽ, ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കോടതികളിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ലീഗൽ ടേംസ് നമുക്ക് നോക്കാം. ആ ടേംസ് എന്തെങ്കിലും പഠിച്ചിരിക്കണം. ആ ടേംസ് പഠിച്ചാലാണെങ്കിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ ലീഗൽ ടേംസ് ഒക്കെ നേരിട്ട് ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ വാട്ട് അമിക്കസ് ക്യൂരി മീൻസ് 4 ഓപ്ഷൻ തരും. അബിനിഷ്യോ മീൻസ് 4 ഓപ്ഷൻ തരും. കാരണം നേരിട്ട് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഒരു 3-4 ചോദ്യം എന്തായാലും ലീഗൽ ടേംസ് വരും. അപ്പോൾ നമുക്ക് ലീഗൽ ടേംസ്, പ്രധാനമായിട്ടുള്ള ലീഗൽ ടേംസ് നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം എനിക്ക് പറയാനുള്ള ടേം എന്ന് പറയുന്നത് പ്ലെയിൻറ്റിഫ്. ഓക്കെ, നോട്ട്സ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വെറിഡ് ആവണ്ട. ചില വാക്കുകൾ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയില്ല, മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നോട്ട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പ്ലെയിൻറ്റിഫ്, PLAINTIFF. പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഫയൽസ് ദ കേസ് ഫയൽ ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ ആക്ഷൻ, സിവിൽ സ്യൂട്ടുകളിലൊക്കെ, സിവിൽ കേസുകളിലൊക്കെ പ്ലെയിൻറ്റിഫ് ആണ് കേസ് സ്റ്റാർട്ട് ചെയ്യുക. ആർക്കെതിരെയാണോ കേസ് ഫയൽ ചെയ്യുന്നത് അയാളെ നമ്മൾ ഡിഫൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്ലെയിൻറ്റിഫ് വേഴ്സസ് ഡിഫൻഡന്റ്. ഡിഫൻഡന്റ് ഈസ് ദ പേഴ്സൺ ടൂം അഗെയിൻസ്റ്റ്. അപ്പോൾ ഡിഫൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദ പേഴ്സൺ ഹൂ അഗെയിൻസ്റ്റ് വി ഫയൽ ദ കേസ്. നമ്മൾ ആർക്കെതിരെയാണോ കേസ് ഫയൽ ചെയ്യുന്നത് അയാൾ ഡിഫൻഡന്റും, കേസ് ഫയൽ ചെയ്യുന്ന ആൾ പ്ലെയിൻറ്റിഫ്. നമ്മൾ കേസ് എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതുക. ഇപ്പോൾ ഞാൻ എൻ്റെ നോട്ട്സിൽ കൊടുത്തവർ എന്നാ പറയുക, സ്മിത്ത് വേഴ്സസ് ജോൺസ്. ഓക്കെ, എപ്പോഴും പ്ലെയിൻറ്റിഫ് ആണ് ആദ്യം എഴുതുക. അപ്പോൾ സ്മിത്ത് വേഴ്സസ് ജോൺസിൽ ആരാണ് പ്ലെയിൻറ്റിഫ്? സ്മിത്ത്. ജോൺസ് എന്ന് പറയുന്ന ആള് ഡിഫൻഡന്റ്. ഓക്കെ, അപ്പോൾ എപ്പോഴും A വേഴ്സസ് B, A എന്ന് പറയുന്ന പ്ലെയിൻറ്റിഫും B എന്ന് പറയുന്ന ഡിഫൻഡന്റ്. ആദ്യം പ്ലെയിൻറ്റിഫ് എഴുതും, വേഴ്സസ് ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഡിഫൻഡന്റ്. അങ്ങനെയാണ് നമ്മൾ നോർമലി കേസ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇപ്പോൾ സിവിൽ കേസുകളിൽ പ്ലെയിൻറ്റിഫ് ഡിഫൻഡന്റ് ആണ്. ക്രിമിനൽ കേസിൽ വരുമ്പോൾ 2 പാർട്ടീസ് ആണ് ഉള്ളത്, കംപ്ലൈനന്റും അക്യൂസ്ഡും. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്രൈം ഈസ് എൻ ആക്ട് അഗെയിൻസ്റ്റ് സൊസൈറ്റി. സൊസൈറ്റിക്കെതിരെയുള്ള ആക്ട് ആണ്. അപ്പോൾ സ്റ്റേറ്റ് ആണ് നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യുക ഇല്ലേ. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എൻറ്റൈറ്റി, സ്റ്റേറ്റ് ആണ് നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യുക. അപ്പോൾ കംപ്ലൈനന്റും ഉണ്ട്, അക്യൂസ്ഡ്. കംപ്ലൈനന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ക്രൈമിൽ ഉൾപ്പെടുന്ന വ്യക്തിമാണ് കംപ്ലൈനന്റ്. ഓക്കെ, കംപ്ലൈനന്റ് സ്റ്റേറ്റ് ഓഫ് കേരള റെപ്രസെന്റഡ് ബൈ SI നെടുപുല പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ SI വെസ്റ്റ് പോർട്ട് പോലീസ് സ്റ്റേഷൻ. നമ്മൾ കേസ് ഫയലൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. നിങ്ങൾക്ക് അക്യൂസ്ഡ് എന്ന് പറയുന്ന ആൾ ആ കുറ്റാരോപിതൻ. ഓക്കെ, സോ അക്യൂസ്ഡ് അതൊരു ലീഗൽ ടേം ആണ്. അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുറ്റാരോപിതൻ. എ പേഴ്സൺ ഹൂ ഈസ് ചാർജ്ഡ് വിത്ത് എ ക്രൈം. ഓക്കെ, അപ്പോൾ അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കുറ്റവാളിയല്ല, കുറ്റാരോപിതൻ. ഇനി കുറ്റവാളി എന്ന് പറയുന്ന എന്താണ് വാക്കിന്റെ അർത്ഥം? എന്താ, കൺവിക്റ്റ്. ഓക്കെ, കൺവിക്റ്റ് അതായത് ഒരാളെ നമ്മൾ എന്ത് ചെയ്തു, അക്യൂസ്ഡ് ആയിട്ട് അറസ്റ്റ് ചെയ്തു. അയാൾ ആ കേസിൽ ട്രയൽ നടത്തി, കോടതിയിലുള്ള ട്രയൽ നടത്തി അവസാനം കോടതിയാണ് വിധിക്കുന്നത്, ബഹുമാനപ്പെട്ട കോടതിയാണ് വിധിക്കുന്നത് അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന്. കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുമ്പോഴാണ് അയാൾ എന്ത്, കൺവിക്റ്റ് ആവുക, കൺവിക്റ്റ്. അപ്പോൾ നമ്മൾ 3-4 വാക്കുകൾ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി അടുത്തത് അഡ്ജുഡിക്കേഷൻ. അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിസിഷൻ ഓർ സെന്റൻസ് ഇമ്പോസ്ഡ് ബൈ എ ജഡ്ജ്. അതായത് ജഡ്ജ് ഒരു വിഷയത്തിൽ എടുക്കുന്ന തീരുമാനത്താണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ ഡിസിഷൻ ഓർ സെന്റൻസ് ഇമ്പോസ്ഡ് ബൈ എ ജഡ്ജ്. ഇനി അഫിഡവിറ്റ്. അഫിഡവിറ്റ് എന്ന് പറഞ്ഞത് സത്യവാങ്മൂലം.
അതായത് നമ്മൾ നോർമലി കോടതികളിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനൊപ്പം നമ്മൾ അഫിഡവിറ്റ് ഫയൽ ചെയ്യും. അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെറ്റീഷനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ആ പാർട്ടി സ്വയമായിട്ട് പറയുന്നതാണ് അഫിഡവിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഫിഡവിറ്റ് ഈസ് എ റിട്ടൺ സ്റ്റേറ്റ്മെന്റ്, എഴുതപ്പെട്ട റിട്ടൺ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് അണ്ടർ ഓത്ത്. മെയ്ഡ് അണ്ടർ ഓത്ത് എന്ന് പറഞ്ഞാൽ എന്താ, സത്യമാണെന്ന് പറഞ്ഞ് മെയ്ഡ് അണ്ടർ ഓത്ത് സ്വെയറിംഗ് ടു ദ ട്രൂത്ത് ഓഫ് ദ കണ്ടസ്റ്റൻസ് ഓഫ് എ ഡോക്യുമെന്റ്. ഒരു പെറ്റീഷന്റെ ഒപ്പം അഫിഡവിറ്റ് ചേർക്കുമ്പോൾ ആ അഫിഡവിറ്റിൽ എന്താ പറയുന്നത്, ഈ പെറ്റീഷന് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് പാർട്ടിയാണ് പറയുന്നത്, പാർട്ടി അതിൽ ഒപ്പിടും. ഇനി കേസ് എന്ന് പറഞ്ഞാൽ എന്താ, എ ലോ സ്യൂട്ട് ഓർ ആക്ഷൻ ഇൻ എ കോർട്ട്. ഓക്കെ, എ ലോ സ്യൂട്ട് കേസ് നമ്മൾ നോർമലി നമ്മൾ കേൾക്കാൻ കേസ് കൊടുക്കുക. ഓക്കെ, ഒരു കോടതിയിൽ ഒരു ലോ സ്യൂട്ട്. ഓക്കെ, സ്യൂട്ട് എന്ന് കേസിനെ നമ്മൾ സ്യൂട്ട് എന്ന് പറയും കേട്ടോ. ഓക്കെ, ഇനി ജൂറിസ്ഡിക്ഷൻ, അടുത്തൊരു വാക്കാണ് ജൂറിസ്ഡിക്ഷൻ. ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അധികാര പരിധി. അതായത് ഓരോ കോടതിക്കും ഒരു അധികാര പരിധി ഉണ്ട്. ആ അധികാര പരിധി എന്ത് ചെയ്യില്ല, ലംഘിക്കാൻ കോടതിക്ക് സാധിക്കില്ല. സോ ദാറ്റ് ഈസ് ജൂറിസ്ഡിക്ഷൻ, പവർ ആൻഡ് അതോറിറ്റി ഓഫ് എ കോർട്ട് ടു ഹിയർ ആൻഡ് മേക്ക് എ ജഡ്ജ്മെന്റ് ഇൻ എ കേസ്. ഒരു കോടതിക്ക് ഒരു കേസ് കേൾക്കണമെങ്കിൽ അത് അതിന്റെ ജൂറിസ്ഡിക്ഷൻ ക്രൈറ്റീരിയയുടെ ഉള്ളിൽ വരുന്ന കേസായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ കോടതിക്ക് ആ കേസ് കേൾക്കാനുള്ള അധികാരം ഇല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധി. ഇനി അടുത്ത വാക്ക് ഡിസ്പോസ്. കേസ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ആ കേസ് അവസാനിപ്പിക്കുക. ഓക്കെ, എൻഡിങ് എ ലീഗൽ കേസ് ഓർ ജുഡീഷ്യൽ പ്രൊസീഡിങ്. അതായത് ആ കേസ് തീരുമാനിച്ച്, അതിപ്പോൾ ചിലപ്പോൾ അനുകൂലമാവാം പ്രതികൂലമാവാം, ആ കേസ് ഡിസ്പോസ് അവസാനിപ്പിക്കുക. ഇനി എക്സ്പാർട്ടെ എന്ന് പറയുന്ന ഒരു വാക്കാണ്. എക്സ്പാർട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിവിൽ കേസ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസും സിവിൽ കേസും വ്യത്യാസമുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിവിൽ കേസ് ആൻഡ് ക്രിമിനൽ കേസ്? ഓക്കെ, എ സിവിൽ കേസ് ഡീൽസ് വിത്ത് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, സിവിൽ കേസുകൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇല്ലേ, ഇപ്പോൾ നമ്മുടെ കോൺട്രാക്ട് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രോപ്പർട്ടി സംബന്ധിച്ച് തർക്കങ്ങൾ വരിക. ഇപ്പോൾ ഞാനും എൻ്റെ അയൽക്കാരനും, ഓക്കെ, രണ്ട് പാർട്ടീസാണുള്ളൂ, ഞാനും എൻ്റെ അയൽക്കാരനും. സോ ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ഇപ്പോൾ സിവിൽ കേസ് എന്ന് പറഞ്ഞാൽ പലതരം സിവിൽ കേസുകളുണ്ട്. പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, കോൺട്രാക്ച്വൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, പേഴ്സണൽ ഇഞ്ചുറി കേസുകളുണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യുക, സിവിൽ കേസ്. ഇനി ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓക്കെ, ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം, ഇറ്റ് ഡീൽസ് വിത്ത് എന്ത് ചെയ്യുക, ക്രൈം. ഓക്കെ, നമുക്കറിയാം ക്രൈം എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് ക്രൈം? ആ വാക്കിന്റെ അർത്ഥം എന്താ, ക്രൈം ഈസ് ആൻ ആക്ട് ഫോർബിഡൻ ബൈ ലോ. ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു രാജ്യമോ ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു സ്ഥലം, ആ സ്ഥലത്തെ ഒരു നിയമം വഴി ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ക്രൈം. an act which is forbidden by law. നിയമം ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്ത പ്രവൃത്തികളും പറയുന്നുണ്ട്. അങ്ങനെ നിയമം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ശിക്ഷിക്കും. സോ ഇഫ് യു ഡു എ ക്രൈം വി വിൽ ബി പണിഷ്ഡ്. ഓക്കെ, സോ ക്രൈം ഈസ് ആൻ ആക്ട് അഗെയിൻസ്റ്റ് സൊസൈറ്റി. ഇപ്പോൾ സിവിൽ കേസിലെ പോലെ രണ്ട് പാർട്ടീസ് തമ്മിലല്ല അവിടെ. ഓക്കെ, ക്രൈം ചെയ്തു, ഇപ്പൊ ഞാൻ ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചു, അവിടെ ആ വ്യക്തിക്ക് വേണ്ടി ആ കുത്തി പരിക്കേൽപ്പിച്ച ആ വിക്ടിമിന് വേണ്ടി സ്റ്റേറ്റ് ആണ് ഹാജരാവുക, എന്നിട്ട് സ്റ്റേറ്റ് ആണ് എന്നെ പ്രോസിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിഫാക്ടോ കംപ്ലൈനന്റ് അവിടെ സ്റ്റേറ്റ് ആണ് എന്നെ പ്രോസിക്യൂട്ട്. ഞാനവിടെ അക്യൂസ്ഡ് ആണ്, അവനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു, ഞാൻ അക്യൂസ്ഡ് ആണ്. അപ്പൊ സ്റ്റേറ്റ് ആണ് എന്നെ എന്ത് ചെയ്യുക, പ്രോസിക്യൂട്ട് ചെയ്യുക, പണിഷ് ചെയ്യുക. മെയിൻ കാരണം എന്താ, ബിക്കോസ് ക്രൈം ഈസ് ആൻ ആക്ട് അഗെയിൻസ്റ്റ് എ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിക്കെതിരെ ഉള്ള ഒരു ഇതായതുകൊണ്ട് സ്റ്റേറ്റ് ആണ് ഇടപെട്ട് നമ്മളെ പണിഷ് ചെയ്യുക. അപ്പോൾ അതാണ് സിവിൽ ലോയും ക്രിമിനൽ ലോയും തമ്മിൽ വ്യത്യാസം. സിവിൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള പ്രശ്നം, കോൺട്രാക്ച്വൽ ഡിസ്പ്യൂട്ട്സ്, ലാൻഡ് ഡിസ്പ്യൂട്ട്സ്, ഇതൊക്കെ വരിക. ക്രിമിനൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രൈം, അതിന്റെ പണിഷ്മെന്റ്സ്. ഇനി അക്യൂസ്ഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, വൺ ചാർജ്ഡ് വിത്ത് ആൻ ഒഫൻസ്. ഇനി ഡാമേജസും നമ്മൾ ടോർട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ടോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ടോർട്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രൂക്കഡായിട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഡിഫോമേഷൻ, മാനനഷ്ടം, അതൊരു എന്താ പറയുക, ടോർട്ടാണ്. ന്യൂയിസൻസ് ഒരു ടോർട്ടാണ്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യാം. പക്ഷെ ടോർട്ടും ക്രൈമും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ. ടോർട്ട് ഈസ് എ ബ്രാഞ്ച് ഓഫ് സിവിൽ ലോ. നമ്മൾ ലോ ഓഫ് ടോർട്ട്സ് പഠിക്കുന്നുണ്ട് ഇല്ലേ. ടോർട്ട് ഈസ് എ ബ്രാഞ്ച് ഓഫ് സിവിൽ ലോ. ടോർട്ട് എങ്ങനെ വന്ന്, ടോർട്ട് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത്, ഇംഗ്ലണ്ടിലെ കോടതികളിലെ ജഡ്ജ്മെന്റുകളിലൂടെ വന്ന നിയമമാണ് ലോ ഓഫ് ടോർട്ട്സ്. ഇംഗ്ലണ്ടിലെ കോടതികളിലെ
അവർ ജഡ്ജിമാർ പാസ് ചെയ്ത ജഡ്ജ്മെന്റിലൂടെ വന്നൊരു നിയമമാണ് ലോ ഓഫ് ടോർട്ട്സ്. അപ്പൊ ടോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് ലാറ്റിൻ വാക്കാണ്, ടോർട്ടം. ഒരു ലാറ്റിൻ വാക്ക് നിന്നാണ് ടോർട്ട് വന്നത്. ടോർട്ടം. ടോർട്ടം മീൻസ് ട്വിസ്റ്റഡ്, അതായത് ഒരു കാര്യം തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുക. ഇപ്പൊ നോയിസെൻസ്, ഡിഫോമേഷൻ, ഇതൊക്കെ ടോർട്ടാണ്. അപ്പോൾ ടോർട്ടിൽ 2 പാർട്ടീസ് ആണ് ഉള്ളത്, പ്ലെയിൻറ്റിഫ്, ഡിഫൻഡന്റ്. എ വേഴ്സസ് ബി എന്നാണെങ്കിൽ കേസ് നൊട്ടേഷൻ ഞാൻ പറഞ്ഞു. എ എന്ന് പറയുന്നത് പ്ലെയിൻറ്റിഫും, രണ്ടാമത് എഴുതുന്ന ബി എന്ന് പറയുന്നത് ഡിഫൻഡന്റും. ഇനി ഒരു ടോർട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്താ കൊടുക്കുക? ഡാമേജസ് ആണ് കൊടുക്കുക. ഡാമേജസ്, GES, ഡാമേജസ്. ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന, കോടതി അവാർഡ് ചെയ്യുന്ന കോമ്പൻസേഷൻ ആണ് ഡാമേജസ്. ഇനി ഡാമേജ് എസ് ഇല്ലാണ്ട് ഒരു ഡാമേജ് മാത്രമാണെങ്കിൽ എന്താ? അത് അർത്ഥം മാറി. ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കുണ്ടായ നഷ്ടം, അതാണ് ഡാമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ലീഗൽ ഇഞ്ചുറി എന്തായാലും അതാണ് ഡാമേജ്. ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൻസേഷൻ, അവാർഡ് ചെയ്യുന്ന. അപ്പോൾ ഒരു യെസ് മാറിയപ്പോൾ എന്തായി? ആ വാക്കിന്റെ അർത്ഥം തന്നെ മാറി. അപ്പൊ പ്ലെയിൻറ്റിഫ്, ഡിഫൻഡന്റ്. ഇനി ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ബെയിൽ? ജാമ്യം. ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഒരു ചാർജ്, ഒരു അക്യൂസ്ഡിനെ, ഒരു ക്രൈമിലെ അക്യൂസ്ഡിനെ അയാൾ എന്ത് ചെയ്യുക? കണ്ടീഷണൽ ആയിട്ട് പ്രിസണിൽ നിന്ന് റിലീസ് ചെയ്യുക. ജാമ്യത്തിൽ ഇറക്കുക നമ്മൾ പറയില്ലേ? ഓക്കെ, ജാമ്യത്തിൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ അയാളെ കുറ്റവിമുക്തനാക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അക്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക? ഒരു ക്രൈമിൽ അറസ്റ്റ് ചെയ്തു, അയാളെ ജയിലിൽ അടച്ചു. ആ ജയിലിൽ നിന്ന് ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യുക? കണ്ടീഷണൽ ആയിട്ട് എന്ത് ചെയ്യുക? റിലീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ബെയിൽ ആരാണ് കൊടുക്കുന്നത്? കോടതിയാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ബെയിൽ പോയി കോടതി പോയി ആർഗ്യൂ ചെയ്യണം, പെറ്റീഷൻ ഫയൽ ചെയ്ത് അത് ആർഗ്യൂ ചെയ്യണം. ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞ് കോടതി എന്ത് ചെയ്യും? അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക? പ്രോസിക്യൂട്ടറൊക്കെ ആയിട്ട് ചോദിച്ചിട്ട് എന്ത് ചെയ്യും? അവര് കോടതി ഒരു വിധി പറയും, ബെയിൽ കൊടുക്കുകയോ ഇല്ലയോ എന്ന്. ഓക്കെ, ബെയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതായത് 2 ഷുവർട്ടി വെച്ചിട്ട് ഒരു ബോണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കോടതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ ആ വ്യക്തിനെ എന്ത് ചെയ്യുള്ളൂ? ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുള്ളൂ. ജയിലിൽ നിന്ന് റിലീസ് ചെയ്താലും എപ്പോഴൊക്കെ അവിടെ ആ കോടതി ആ ബെയിൽ കണ്ടീഷൻസ് പറയുന്നുണ്ട്, എപ്പോഴൊക്കെ ഇപ്പോൾ കോടതി പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ആ വ്യക്തിക്ക് എന്ത് ചെയ്യും? പോലീസിന്റെ അന്വേഷണത്തോട് സഹകരിക്കണം. അങ്ങനെ കണ്ടീഷണൽ റിലീസാണ് ബെയിൽ. ഓക്കെ, കണ്ടീഷണൽ റിലീസാണ് ബെയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത വാക്ക് ഡിസ്പോസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ കോടതി ഒരു ഫാക്ട് പറയുന്നു, ഞാൻ ഇന്ന ദിവസം ദുബായിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി. ഓക്കെ, അതൊരു ഫാക്റ്റാണ്. ആ ഫാക്ട് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ വെക്കാം? നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് വെക്കാം, പാസ്പോർട്ടിന് രേഖകൾ വെക്കാം. അതാണ് എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എവിഡൻസ് ഈസ് വാട്ട്? ടെസ്റ്റിമണി, ഡോക്യുമെന്റ്സ് ഓർ ഒബ്ജക്ട്സ് പ്രസന്റഡ് അറ്റ് എ ട്രയൽ ടു പ്രൂവ് എ ഫാക്ട്. ഒരു ഫാക്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രയൽ സമയത്ത് വെക്കുന്ന ടെസ്റ്റിമോണി, ഡോക്യുമെന്റ്സ്, ഒബ്ജക്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എവിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ ചാർജ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോർമൽ അക്യൂസേഷൻ ഓഫ് എ ക്രൈം എന്ന് പറയും. ഇനി കോൺട്രാക്ട്. വാട്ട് ഈസ് കോൺട്രാക്ട്? ആൻഡ് കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് കോടതി വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെന്റുകളെ നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രാക്ട് എന്ന് പറയും. ഇനി കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, ഒരാളെ അക്യൂസ്ഡ് ആയിട്ട് ഒരു കേസിൽ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെന്താ? ട്രയൽ ഉണ്ട്. ട്രയൽ കഴിഞ്ഞ് കോടതി എന്ത് ചെയ്യുക? അയാളെ ശിക്ഷിച്ചു. ഓക്കെ, അതിനെ സെന്റൻസിങ് എന്നാ പറയുക. ഒരു ക്രിമിനൽ കേസിൽ ഒരാളുടെ മേലുള്ള ചാർജ് പ്രൂവൺ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? കോടതി അയാളെ സെന്റൻസ് ചെയ്യുക. ജയിലിൽ അടയ്ക്കോ അല്ലെങ്കിൽ മറ്റേ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് അങ്ങനെ. ഓക്കെ, സെന്റൻസ് ചെയ്യാന്ന് പറയാം. ഒരു ക്രിമിനൽ കേസിൽ പണിഷ്മെന്റ് നമ്മൾ സെന്റൻസ് ചെയ്യാന്നാ പറയും. ഓക്കെ, സോ അതാണ് എന്ത് പറയുന്നത്? സെന്റൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഗൽ ടേംസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഒരുപാട് ലീഗൽ ടേംസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ലീഗൽ ടേംസ് ഒക്കെ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ടുള്ള ലീഗൽ ടേംസിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മീ. എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം. സോ ആസ്പിരൻസ്, ബെസ്റ്റ് വിഷസ്.